بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുഗ്രഹീതമായ റജബ് മാസത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. റജബിൻ്റെ പരിസമാപ്തി കുറിക്കുവാൻ ഇനി നാളുകൾ അധികമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചൊരിയുന്ന പരിശുദ്ധമായ റജബിൽ നമുക്കേവർക്കും അല്ലാഹു അവൻ്റെ ബറക്കത്ത്, അനുഗ്രഹം ചൊരിഞ്ഞു തരുമാറാകട്ടെ. ഈ റജബിൻ്റെ പ്രത്യേകത നമുക്കേവർക്കും അറിയാം. റജബ് 27 രാവിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് നടന്നിട്ടുണ്ട് എന്ന സംഭവം. ഇതുപോലുള്ള റജബ് മാസത്തിലായിരുന്നു, റജബ് 27 രാവിലായിരുന്നു മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടുന്ന് 7 ആകാശവും കടന്ന് അള്ളാഹുമായിട്ട് മുനാജാത്ത് ചെയ്ത മിഅ്റാജ്. മസ്ജിദുൽ അഖ്സ, ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള രാപ്രയാണത്തിന് ഇസ്രാ എന്ന് പറയുന്നു. നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടുന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര, ആ യാത്രയ്ക്ക് മിഅ്റാജ് എന്ന് പറയുന്നു. മിഅ്റാജിനെ കുറിച്ച് അല്പം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുദീർഘമായ ഹദീസിൽ മഹാനായ മാലിക് ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സുദീർഘമായ ഹദീസ്, ഇസ്രായിൻ്റെ സംഭവങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച് മസ്ജിദുൽ അഖ്സായിലെത്തി. അവിടെ പ്രവാചകന്മാർക്ക് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നമസ്കരിച്ചു. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങൾക്കെല്ലാം ശേഷം മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എന്നെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിലേക്ക്, 1-ാം ആകാശത്തിലേക്ക് കയറുകയുണ്ടായി. അങ്ങനെ 1-ാം ആകാശത്തിൻ്റെ കവാടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഞാനും കൂടെ ചെന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ആകാശത്തിൻ്റെ കാവൽക്കാരനോട് തുറക്കുവാൻ ആവശ്യപ്പെട്ടു. ആ അവസരത്തിൽ ആരാണ്, മന്നന്ത, നിങ്ങൾ ആരാണ് ചോദിച്ചപ്പോൾ ഞാൻ ജിബ്രീലാണ്, താങ്കളോടൊപ്പം ആരാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞു. അത്ഭുതത്തോടുകൂടെ പ്രവാചകൻ അയക്കപ്പെട്ടുവോ എന്ന അത്ഭുതത്തോടുകൂടെ ചോദിച്ച് ആ ആകാശ കവാടം തുറന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഗതം പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ ഞാൻ 1-ാം ആകാശത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, ഹാദാ അബൂക ആദം, നബിയെ, അങ്ങയുടെ പിതാവ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്, അതുകൊണ്ട് ഫസല്ലിം അലൈഹി, അദ്ദേഹത്തിന് സലാം പറയാൻ പറഞ്ഞു. ഞാൻ സലാം പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സലാം മടക്കി. എന്നിട്ട് മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹ് വൻ നബിയ്യ സ്വാലിഹ്, നല്ല പ്രവാചകൻ, നല്ല കുട്ടി എന്ന രീതിയിൽ സ്വാഗതം പറഞ്ഞു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, 1-ാം ആകാശത്തിൻ്റെ കവാടം തുറക്കപ്പെട്ടപ്പോൾ ഇദാ റജുലുൻ ഖായിദുൻ, അവിടെ ഒരാൾ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്ത് വലിയ കറുത്ത ഒരു മേഘം പോലെ കറുത്ത രൂപങ്ങൾ കാണുകയാണ്, കറുത്ത രീതിയിലുള്ള ഒരവസ്ഥ. ഇടതുഭാഗത്തും അതുപോലെ തന്നെ കറുത്ത ഒരു മേഘം പോലെ, കറുത്ത രൂപങ്ങൾ പോലെ കാണപ്പെടുകയാണ്. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ്. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം
കരയുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ ഞങ്ങൾക്ക് സ്വാഗതം പറഞ്ഞു, എനിക്ക് സ്വാഗതം പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ഇദ്ദേഹം ആരാണ്? അപ്പോൾ പറഞ്ഞു, ഹാദാ ആദം വഹാദിഹിൽ അസ്വദത്തു അൻ യമീനിഹി വഅൻ ശിമാലിഹി റൂഹു ബനീഹി. അദ്ദേഹം ആദമാണ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും കാണുന്ന ആ കറുത്ത രൂപങ്ങൾ, ആ കറുത്ത മേഘങ്ങൾ പോലെ കാണപ്പെടുന്ന അദ്ദേഹത്തിന്റെ സന്താനങ്ങളിലെ ആത്മാവുകളാണ്. വലതുഭാഗം, അവരിൽ നിന്നുള്ള വലതുഭാഗത്തുള്ളവർ സ്വർഗവാസികളാണ്, ഇടതുഭാഗത്തുള്ളവർ നരകവാസികളാണ്. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നു, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കരയുകയാണ്. കാരണം സ്വർഗവാസികളായ സന്താനങ്ങളെ കാണുമ്പോൾ സന്തോഷിക്കും, നരകവാസികളായ സന്താനങ്ങളെ കാണുമ്പോൾ ദുഃഖം വരും. ഇവിടെ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. ആത്മാവുകളൊക്കെ സിജ്ജീനിൽ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ഏഴാം ഭൂമിയുടെ താഴ്ഭാഗത്തുള്ള സിജ്ജീനിലാണല്ലോ അവിടെയൊക്കെ ആത്മാവുകൾ, സത്യനിഷേധികളുടെ. എന്നാൽ നല്ല ജനങ്ങൾ, അള്ളാഹ്ക്കും റസൂലിനും വഴിപ്പെടുന്നവരുടെ ആത്മാവുകൾ ഇല്ലിയീൻ, സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനം, ആ ഉയർന്ന നിലവാരത്തിൽ, ആ ഉന്നത സ്ഥാനത്ത്. മറ്റൊരു റിപ്പോർട്ടിൽ പ്രവാചകൻ പറഞ്ഞതായി ബറാ ഇബ്നു ആസിർ റളിയല്ലാഹു തആല പറയുകയാണ്, അർശിന്റെ താഴ്ഭാഗത്ത് 7-ാം ആകാശത്തിലാണ് ഇല്ലിയൂൻ, അവിടെയാണ് നല്ല ജനങ്ങളുടെ ആത്മാവ്. ഇപ്പോൾ എങ്ങനെയാണ് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നോക്കി ചിരിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ടല്ലോ. ഫകൈഫ തകൂനു മുജ്തമഅത്തുൻ ഫിസ് സമാ, എങ്ങനെയായി ആകാശത്തിൽ ഇവരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്? 7-ാം ഭൂമിയുടെ അടിയിൽ ഒരു വിഭാഗം ഉന്നതമായ സ്ഥാനത്ത് ലീയനിൽ. ഇവർ രണ്ടു കൂട്ടരെയും ഒരു ഭാഗത്ത് ഒരേ സമയത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എങ്ങനെയാണ്? അതിന് മറുപടി അദ്ദേഹം പറയുന്നു, ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചില സമയത്ത് തൻ്റെ സന്താനങ്ങളെ, സ്വർഗവാസികളെയും നരകവാസികളെയും വെളിവാക്കി കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയത്താണ് മഹാനി പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. അതുകൊണ്ടാണ് നബിതങ്ങൾക്ക് ആ സന്ദർഭത്തിൽ കാണാൻ കഴിഞ്ഞത്. മറ്റൊരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സ്വർഗം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്താണ്, നരകം ഇടതുഭാഗത്താണ്. അപ്പോൾ സ്വർഗവും നരകവും അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കപ്പെടും. മിഷ്കാത്തിന്റെ ശറഹിൽ കാണാൻ കഴിയും. അങ്ങനെ അവിടുന്ന് 2-ാം ആകാശത്തിലേക്ക് കടന്നു. അവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുറക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ആ കാവൽക്കാരനാകുന്ന മലക്ക് ആരാണെന്നൊക്കെ ചോദിക്കുന്നു, മറുപടി പറയുന്നു. അങ്ങനെ അങ്ങോട്ട് കടന്നു. ആ മലക്ക് എന്ത് ചെയ്യുന്നു? നബിതങ്ങൾക്ക് സ്വാഗതം പറയുന്നു. അങ്ങനെ നബിതങ്ങൾ പറയാണ്, ഞാൻ 2-ാം ആകാശത്തിൽ കടന്നപ്പോൾ അവിടെ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കണ്ടു. അവിടെ ഈസാ നബിയെയും യഹ്യാ നബിയെയും കണ്ടു. അവരും ഇതുപോലെ സംസാരിച്ചു, സലാം പറഞ്ഞു, അവർ മടക്കി, അങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവരും സ്വാഗതം പറഞ്ഞു. അവിടുന്ന് 3-ാം ആകാശത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. ഇതേപോലെ സംഭവങ്ങൾ അവിടെയും നടന്നു. 4-ാം ആകാശത്തേക്ക് കടന്നു ചെന്നു. അവിടെയും ഇതേപോലുള്ള അനുഭവങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. അവിടെ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ കഴിഞ്ഞു. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 4-ാം ആകാശത്തിലാണെന്നും അതല്ല സ്വർഗത്തിലാണെന്നും തഫ്സീറുകൾ 2 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. വറഫഅനാഹു മക്കാനൻ അലിയ, അദ്ദേഹത്തെ നാം ഇദ്രീസ് നബിയെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തി എന്നുള്ളത് ബിൻ നുബുവത്തി ഔ ബിൽ ജന്നത്തി, നുബുവത്ത് കൊടുത്തുകൊണ്ട് ഉയർത്തി എന്ന് തഫ്സീറുണ്ട്. അതല്ല സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നും തഫ്സീറുകളിൽ കാണാൻ കഴിയും. അങ്ങനെ അവിടെയും സംസാരങ്ങളെല്ലാം നടന്നു. സ്വാഗതം പറഞ്ഞു, സലാം പറഞ്ഞു, മടക്കി. 5-ാം ആകാശത്ത് നടന്നപ്പോൾ അവിടെ ഹാറൂൻ നബിയെയാണ് കാണാൻ കഴിഞ്ഞത്. അവിടെയും ഇതേപോലുള്ള സംഭവം നടന്നു. ആ 5-ാം ആകാശം കഴിഞ്ഞ് 6-ാം ആകാശത്തേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ കഴിഞ്ഞു. അവിടെയും ഇതേപോലുള്ള സംഭവങ്ങൾ തന്നെ നടന്നു. അങ്ങനെ മൂസാ നബിയുമായിട്ട് 6-ാം ആകാശത്തിൽ സംസാരിച്ച് അവിടുന്ന് നബി തങ്ങൾ പറയുകയാണ്, ഞാൻ അങ്ങോട്ട് കടന്നപ്പോൾ മൂസാ നബി കരയാൻ തുടങ്ങി. മൂസാ നബിയോട് എന്തിനാണ് കരയുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബ്കീലി അന്ന ഗുലാമൻ ബുഇസ ബഅദി യുദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി അക്സർ മിമ്മൻ യദ്ഖുലു മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ നിന്നും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെക്കാളും അധികം എൻ്റെ സന്താനങ്ങൾപ്പെട്ട ഒരു കുട്ടിയുടെ സമുദായത്തെ ധാരാളമായി അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. അക്കാര്യം ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞതാണ്. അവിടുന്ന് 7-ാം ആകാശത്തേക്ക് കടന്നു. ഇബ്രാഹിം നബിയെ കണ്ടു, സലാം പറഞ്ഞു. എല്ലാ സംഭവങ്ങളും പഴയതുപോലെ തന്നെ ഓരോ ആകാശത്തിലെയും സംഭവങ്ങൾ പോലെ കഴിഞ്ഞു നടന്നു. അവിടുന്ന് എന്നെ സിദ്റത്തുൽ മുന്തഹായിലേക്ക് ഉയർത്തപ്പെട്ടു. സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക്. അതിൻ്റെ പഴങ്ങളാണെങ്കിൽ
അത് വലിയ തൊട്ടി, വലിയ ബക്കറ്റ്, ആ തൊട്ടിയുടെ മുകൾ ഭാഗം പോലെയാണ് അതിൻ്റെ പഴം. അത് നല്ല രസമുള്ള പഴമാണ്, രുചികരമായ പഴമാണ്. അതിൻ്റെ ഇലയാണെങ്കിൽ ആനയുടെ ചെവി പോലെ പരന്ന ഇലയാണ്. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ഹാദാ സിദ്റത്തുൽ മുൻതഹ, ഇത് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന വൃക്ഷമാണ്. അവിടെ നിന്ന് എന്നെ ബൈത്തുൽ മഅമൂറിലേക്ക് ഉയർത്തപ്പെട്ടു. ബൈത്തുൽ മഅമൂർ, കഅബയുടെ നേരെ മുകളിലുള്ള ബൈത്തുൽ മഅമൂറിലേക്ക് ഉയർത്തപ്പെട്ടു. അവിടെ വെച്ചാൽ എനിക്ക് കള്ളിൻ്റെ ഒരു പാത്രവും അതുപോലെ തന്നെ പാലിൻ്റെ ഒരു പാത്രം, തേനിൻ്റെ ഒരു പാത്രം, ഇങ്ങനെ 3 പാത്രങ്ങൾ, തേനും പാലും കള്ളും. ഞാൻ പാലിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, താങ്കളുടെ സമുദായവും നല്ല പ്രകൃതിയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടുന്ന് ജിബ്രീൽ പറഞ്ഞു, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നബിയെ, തങ്ങൾ എന്നെ വിട്ടേക്കുക, എനിക്കിനി അങ്ങോട്ട് കടക്കാൻ അവകാശമില്ല, അധികാരമില്ല. അതുകൊണ്ട് തങ്ങൾ എന്നെ വിട്ട് തങ്ങൾ യാത്ര പോവുക. നബി തങ്ങൾക്ക് പ്രയാസകരമായി. അഹാഹുന യത്രുകു ഖലീലഹുൽ ഖലീൽ, ഇവിടെയാണോ ഒരു കൂട്ടുകാരനെ ആവശ്യമാകുന്ന ഈ സന്ദർഭത്തിലാണോ തൻ്റെ സ്നേഹിതനെ, കൂട്ടുകാരനെ ഉപേക്ഷിക്കുന്നത് എന്ന് മഹാനായ പ്രവാസി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, മാ മിന്നാ ഇല്ലാ ലഹു മഖാമുൻ മഅലൂം, ഞങ്ങൾ ഓരോരുത്തർക്കും അറിയപ്പെട്ട ഒരു സ്ഥാനമുണ്ട്, അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ വിളിനാദം വരുന്നു, കടന്നു വരാൻ. മഹാനായ നബി തങ്ങൾ അള്ളാഹുവിനെ അഭിവാദ്യം ചെയ്യുന്നു, തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ, അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു തയ്യിബാത്തുള്ള തഹിയ്യാത്ത്. അപ്പോൾ ഈ അത്തഹിയ്യാത്തു മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എന്ന ആ അഭിവാദ്യം അള്ളാഹുവിനെ അർപ്പിച്ചപ്പോൾ അള്ളാഹ് തിരിച്ച് അഭിവാദ്യം ചെയ്യുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹ്. അപ്പോൾ നബിതങ്ങൾക്ക് അള്ളാഹിന്റെ രക്ഷ ഉണ്ടാകട്ടെ, റഹ്മത്തുണ്ടാകട്ടെ, ബർക്കത്തുണ്ടാകട്ടെ എന്നല്ല പറഞ്ഞപ്പോൾ നബിതങ്ങൾ സമുദായത്തോട് സ്നേഹമുള്ള പ്രവാചകൻ പറഞ്ഞു, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എനിക്ക് മാത്രം പോരാ, എനിക്കും വേണം, എൻ്റെ സാലിഹീങ്ങളായ ദാസന്മാർക്ക്, നിന്റെ ദാസന്മാർക്കും വേണം നിന്റെ രക്ഷ. അങ്ങനെ നബിതങ്ങൾക്ക് 50 വഖത്ത് നിസ്കാരം, എല്ലാ ദിവസവും 50 വഖത്ത്, 50 നേരത്തെ നിസ്കാരം ഫർലാക്കി. നബിതങ്ങൾ പറയാണ്, ഞാൻ മടങ്ങി വന്നു, മൂസാ നബിയുടെ അടുക്കിലേക്ക് 6-ാം ആകാശത്തിലേക്ക് മടങ്ങി വന്നു. അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് ചോദിച്ചു, എന്ത് കിട്ടി, അള്ളാഹ് എന്ത് തന്നു? 50 നേരത്തെ നിസ്കാരം ഒരു ദിവസം. സാധിക്കൂല, തങ്ങളുടെ സമുദായം ഇത് താങ്ങൂല, ചെയ്യൂല. മൂസാ നബി പറയാണ്, എൻ്റെ സമുദായത്തെ ഞാൻ പരീക്ഷിച്ചതാണ്, അതുകൊണ്ട് മടങ്ങിപ്പോയി കുറച്ചു തരാൻ പറയണം. നബി തങ്ങൾ മടങ്ങിപ്പോയി അള്ളാഹുടെ ഹഫീഫ് കുറച്ചു തരാൻ പറഞ്ഞു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ കുറച്ച് അള്ളാഹു തആല 5 കുറച്ചു കൊടുത്തു. അങ്ങനെ 45 മടങ്ങി വന്നു. മൂസാ നബി വീണ്ടും പറഞ്ഞയച്ചു. ഇങ്ങനെ 9 പ്രാവശ്യം 45, 9 5 45, ഇങ്ങനെ കുറച്ചിട്ട് 5 വന്നു. മൂസാ നബി പറഞ്ഞു, സാധിക്കൂല, തങ്ങളുടെ സമുദായം നിസ്കരിക്കൂല, തിരിച്ചു പോയി കുറച്ചു തരാൻ പറയാൻ. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇനി അള്ളാഹിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി, എനിക്ക് നാണമാണ്, ലജ്ജയാണ്, ഇത്രയും പ്രാവശ്യം പല പ്രാവശ്യം ചോദിച്ചല്ലോ. ഇങ്ങനെ ലജ്ജിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകന് കൊടുത്തു. എന്തു കൊടുത്തു? ഒരു ദിവസം 5 നേരം നിസ്കരിച്ചാൽ മതി. ആ 5 നേരത്തിന് 50 നേരത്തെ നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണ് 1-ന് 10. മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹാ. അതുകൊണ്ട് അങ്ങനെ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആകാശത്ത് വെച്ച് നൽകിയ അനുഗ്രഹീതമായ സമ്മാനമാണ് 5 നേരത്തെ നിസ്കാരം. അവിടുന്ന് അതുമായിട്ട് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ പോലും ഒരു നന്മ ചെയ്ത കൂലി. ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ ഒരു തിന്മയും എഴുതപ്പെടില്ല. പക്ഷേ ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മ മാത്രമേ എഴുതപ്പെടുകയുള്ളൂ. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ചെയ്തില്ലെങ്കിലും ഒരു നന്മയുടെ കൂലിയാണ്. ഒരു നന്മ ചെയ്താലോ അതിന് 10 ഇരട്ടി പ്രതിഫലമാണ്. നബികൾ പറയാണ്, ഇങ്ങനെ കുറച്ച് നബികൾ വന്നു. എന്തിനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചു, മറ്റു നബിമാരൊന്നും സംസാരിച്ചില്ല? കാരണം അദ്ദേഹം അള്ളാഹുമായിട്ട് സംസാരിച്ചു. ഭൗതിക ലോകത്ത് വെച്ച് മറ്റു നബിമാരും അള്ളാഹുമായിട്ട് സംസാരിച്ചിട്ടില്ല, നമ്മുടെ നബികൾ ഒഴിച്ച്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് തന്റെ സമുദായത്തോട്, നബിതങ്ങളുടെ സമുദായത്തോട് ഷഫഖത്തുണ്ട്, ദയയുണ്ട്, കരുണയുണ്ട്, അലിവുണ്ട്. അതുകൊണ്ട് ആണ് അദ്ദേഹത്തിൽ നിന്ന്, നബിമാരിൽ നിന്നും മറ്റു പ്രവാചകന്മാരിൽ നിന്നുണ്ടാകാത്ത ഈ ഒരു സംസാരം. അതുപോലെ എന്തിനാണ് മൂസാ നബി ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് അള്ളാഹിന്റെ അടുക്കലേക്ക് മടക്കി അയച്ചത്? കുറച്ചു തരാൻ ആവശ്യപ്പെട്ടത്? മറ്റൊരു നബിമാരും ഇങ്ങനെ ആവശ്യപ്പെട്ടില്ലല്ലോ. അത് മൂസാ നബിയുടെ സമുദായത്തിന് നിസ്കാരം നിർബന്ധമാക്കിയിരുന്നു, മറ്റു പ്രവാചകന്മാർക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട്, മുഹമ്മദ് നബിയുടെ സമുദായത്തോട് അലിവുള്ളയാളായി. കാരണം അദ്ദേഹം നബി തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളാകാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ കാണാൻ ആവശ്യപ്പെട്ടു, പക്ഷെ കാണാൻ സാധിച്ചില്ല. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷെ അല്ലാഹു തആല കാണാതെ തന്നെ, ചോദിക്കാതെ തന്നെ, ആവശ്യപ്പെടാതെ തന്നെ കാണാനുള്ള ഭാഗ്യം കൊടുത്തു. അതുകൊണ്ടാണ് വീണ്ടും മടക്കി അയച്ചിട്ട് ആ അള്ളാഹിനെ കാണുന്ന ആ പ്രകാശത്തെ
കൊത്തിയെടുത്ത് നബി തങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ പ്രകാശത്തിൽ നിന്ന് അല്പം ഒന്ന് കൊത്തിയെടുക്കാൻ മൂസാ നബി ആഗ്രഹിച്ചു. കണ്ടയാളെ കാണുക അതൊരു വലിയ മഹത്വമാണ്. അതിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും വീണ്ടും പറഞ്ഞയച്ചത്. ഇതാണ് മിഅ്റാജിൻ്റെ ചുരുങ്ങിയ സംഭവം. ആ സംഭവം ചുരുക്കി പറയുകയാണെങ്കിൽ ആ മിഅ്റാജ് രാവ് ഹനഫി മദ്ഹബിൻ്റെ കിതാബിലും കാണാം. മിഅ്റാജിൻ്റെ രാവിലെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ, ഹയാത്താക്കുക നല്ല കാര്യമാണെന്ന് ഹനഫി മദ്ഹബിൻ്റെ കിതാബുകളിലും കാണാൻ കഴിയും. 27 നോമ്പ് പിടിക്കൽ സുന്നത്താണ് ഷാഫി മദ്ഹബിൽ. ഹനഫി മദ്ഹബിൽ പ്രത്യേകമായിട്ട് പറയുന്നില്ലെങ്കിലും നോമ്പ് പിടിക്കാൻ തേടപ്പെടാത്ത കാര്യങ്ങൾ നഫിലാണെന്ന് കാണാം. ആ രീതിയിൽ ആ അർത്ഥത്തിൽ ആ ദിവസം നോമ്പ് പിടിക്കൽ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ റജബ് അവസാനിക്കുന്നതോടുകൂടെ ഷാബാനിലേക്ക് നമ്മൾ പ്രവേശിക്കും. അതുകൊണ്ട് നല്ല നല്ല ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ച് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഹൃദയം ശുദ്ധിയാക്കി ഷാബാനിലേക്ക് കടന്ന് അങ്ങനെ റമദാനിലേക്ക് കടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു താല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ടവരിൽ ആരെല്ലാം രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ടെങ്കിലും എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായ ശമനം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് എല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.